ടാലന്റ്, നല്ല മനസ്സ്. നല്ല മനസ്സെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് തന്നെ നാണം വന്ന് തല മുമ്പിട്ട് വീണ്. ഞാൻ കാലുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. 3 ചേട്ടന്മാർക്കും സുഖമല്ലേ? പുത്രന്മാർ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ മരുന്ന് മേടിച്ചോ. കുറേ ആർട്ടിസ്റ്റുകൾ എല്ലാരും കൂടെ ഉള്ള ഒരു ഫൺ. ഒരുപാട് പേരില്ല, 10-25 ക്രിഞ്ചായിട്ടാ. ക്രിഞ്ചൊന്നും നിർത്താമോ? ഈ ധർമ്മചേട്ടനോട് എന്തോ പ്രശ്നമുണ്ട്. അലിഞ്ചൂസ് പെരേരൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെ വേണം. ഞാൻ സത്യം പറഞ്ഞ ധർമ്മചേട്ടനെ കൊണ്ട് ചേട്ടന്റെ ഇൻസ്റ്റ ഫീഡിൽ ഞാൻ കണ്ടായിരുന്നു. ഒരു സുരേഷ് ഗോപിയുടെ ഒരു സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ചെയ്യുന്നുണ്ടെന്ന്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അപൂർവ പുത്രന്മാർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി വിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് ധർമ്മജൻ. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. 3 ചേട്ടന്മാർക്കും സുഖമല്ലേ? സുഖം. നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം അപൂർവ പുത്രന്മാർ. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ മരുന്ന് മേടിച്ചോ. അയ്യോ, വാങ്ങിച്ചേരോ? ഇറങ്ങി കഴിഞ്ഞിട്ട് വാങ്ങിച്ചേരാം. നമ്മുടെ ഒരു സൗഹൃദ ബന്ധത്തിന്റെ തുടക്കമായി. എല്ലാരും സുഖമല്ലെന്ന് വെച്ചാൽ എല്ലാരും സുഖമാണെന്ന് പറയുള്ളൂ. ഈ വടകര സൈഡിലൊക്കെ അല്ല, വടകര സൈഡിലോട്ടൊക്കെ പോകുമ്പോ എൻ്റെ ചേട്ടനൊക്കെയുള്ള സ്ഥലം എന്തെല്ലാം അപ്പൊ അവരോട് അതേ ദേഷ്യത്തിൽ പറയണം. ഓക്കെ, എന്നാലേ അവർക്കൊരു സമാധാനമുള്ളൂ. പോലെയാണ് ഞാൻ പൊതുവെ തുടങ്ങുന്നതിന്റെ ആദ്യം ഇങ്ങനെ ചോദിക്കും, നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെ അങ്ങനെ ചോദിച്ചതാ. ചെറിയ ജലദോഷം ഉണ്ടല്ലേ ചേട്ടന്? കഴിയുന്നോ? ഓക്കെ ഓക്കെ. നമ്മുടെ സിനിമയുടെ പേര് അപൂർവ പുത്രന്മാർ. അപ്പോൾ അതിൻ്റെ ആ ഒരു പേരിൽ തന്നെ ഒരു അപൂർവത്വം, അങ്ങനെയല്ലേ പറയാം, ആ ഒരു റെയർ പേരാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പോസ്റ്ററും പിന്നെ ആ ഒരു സോങ്ങും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളൊരു സിനിമയാണെന്നാണ്. അപ്പോൾ അതർ ദാൻ ദാറ്റ് എന്താണ് ഈ സിനിമ ഓൾ അബൌട്ട്? മൊത്തത്തിൽ ആരാണെങ്കിലും പറഞ്ഞു, വിശ്വചേട്ടൻ പറഞ്ഞു. അത് ഈ അപ്പന് വേണ്ടി 2 മക്കള് നോർമലി ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് ഇവരെ അപൂർവ പുത്രന്മാരാക്കുന്നത്. ഓക്കെ. അതിനുവേണ്ടി ഇവരെ കൂടെ നിൽക്കുന്ന ഒരു വള്ളിയിലച്ഛനുണ്ട്. അത് അശോകൻ ചേട്ടൻ്റെ ക്യാരക്ടർ. അപ്പനായിട്ട് ലാലിച്ചായനാണ്. ഈ അശോകൻ ചേട്ടൻ ഞങ്ങളും കൂടി ഒരു പരിപാടി ഒപ്പിക്കും. അപ്പൊ അതാണ് ഈ പടത്തിന്റെ മെയിൻ പരിപാടി അതാണ്. ഓക്കെ. ഞാനാ പള്ളിയിലച്ഛൻ്റെ കപ്പേരായിട്ട് കുറേ ആർട്ടിസ്റ്റുകൾ എല്ലാരും കൂടെ ഉള്ള ഒരു ഫൺ. ഒരുപാട് പേരില്ല, കുറച്ച് പേരേ ഉള്ളു. പക്ഷെ എല്ലാവർക്കും നല്ല വേഷങ്ങളാണ് കൊടുത്തിട്ടുള്ള, നല്ല റോൾസ് ആണ് കൊടുത്തത്. എന്തോ പ്രശ്നമുള്ള ഒരു ചെറിയൊരു അല്ല, നമുക്ക് കാണാൻ പറ്റും. ലാലുച്ചായൻ്റെ ഒരു മുഖം കണ്ടില്ലേ, അങ്ങനെ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള കഥാപാത്രങ്ങൾ. ലാലുചേട്ടനുമായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ മറ്റേ പഴയ കോബ്രയില് ഉള്ളൊരു ഇത് തോന്നുന്നുണ്ട്, ഒരു ഫീല് തോന്നുന്നുണ്ട്. ഇപ്പുറത്ത് മമ്മൂക്കയും ഇപ്പുറത്ത് ലാൽ സാർ, അതിൻ്റെ ഒരു ചെറിയൊരു സാധനം തോന്നുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ചേട്ടാ, അയ്യോ അങ്ങനെ ഞാൻ സിനിമയുടെ അയ്യോ സിനിമയുടെ പേരാ കോബ്ര. വിഷ്ണു ചേട്ടാ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് വരാൻ നേരത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഇന്ന് തന്നെയാണോ ഡേറ്റ് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ അർക്കീവ് സ്റ്റോറി കാണാമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റോറി നോക്കാമെന്ന് വെച്ചിട്ട് വെറുതെ അർക്കീവ് എടുത്തപ്പം 3 years ago എന്നുള്ളൊരു സ്റ്റോറിയാണ് ഫസ്റ്റ് അവർ കാണിച്ചത്. അത് ഞാൻ ചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഫോട്ടോയാണ്. 3 വർഷം മുന്നേ ഇതേ ഡേറ്റ് തന്നെയാണ് ഞാൻ ചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്തത്. അന്ന് ചേട്ടന് കൈ വയ്യായിരുന്നു. കയ്യിൽ ഇതിട്ടിരുന്നിട്ടാണ് പൊള്ളിയിരിക്കുന്ന സമയത്ത്. സഭാഷ് ചന്ദ്രബോസിൻ്റെ.
അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് കോയിൻസിഡൻസ് 3 വർഷം കഴിഞ്ഞ് കറക്റ്റായിട്ട് അതേ ദിവസം തന്നെ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നു. അത് ഭയങ്കര സന്തോഷം തോന്നി. ചേട്ടന് നിങ്ങൾ തന്നെ ഇൻ്റർവ്യൂ എടുത്തു? ഇന്നാ ഡേറ്റ്. കൈയൊന്നും പൊളിച്ചു കൊടുക്കണേ. എന്റെയോ വാർഷികമായിട്ടേ, 3ാം വാർഷികമായിട്ട് അല്ല നിങ്ങള് ചട്ടകം പഴിപ്പിച്ച് വെച്ചെന്നാ വേണ്ട, കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാല്ലേ. ഓക്കെ ചേട്ടാ, ഇതിന്റെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ഇപ്പം കപ്പയറായിട്ടാന്ന് പറഞ്ഞു. നിങ്ങളെ രണ്ടുപേരും ഭയങ്കര ചേർച്ചയുള്ള ബ്രദേഴ്സ് ആണോ? അല്ല, സഹോദരങ്ങളാണ്. മക്കളാണ്. ഞങ്ങളവിടുത്തെ പൂപ്പാറയിലെ മറ്റേ പാസഞ്ചർ ജീപ്പ് ഓടിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, അത് ജീപ്പ് ഓടിച്ച് അങ്ങനെ വരുമാനം ഉണ്ടാക്കണം, അതല്ല നമ്മുടെ ലക്ഷ്യം. അവിടെ ഞങ്ങള് പുറകെ കിടക്കുന്ന 2 പെൺപിള്ളേരുണ്ട്. അവരെങ്ങനെയെങ്കിലും കല്യാണം ജീവൻ തീർത്തിയും കെണുവിന്റെ കുഴപ്പം ഇന്റർവ്യൂ തുടങ്ങിയ ഡയറക്ടറോട് നമ്മളെ ഭാര്യയുടെ പേര് വരെ അല്ലേ ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് ഭാര്യയുടെ പേര് വരെ മറന്നു പോകും നമ്മൾ. അങ്ങനെയല്ല, എല്ലാം അറിയാം. ഓക്കെ, രണ്ടുപേരുടെ പുറകെ നടക്കുന്ന അങ്ങനെ ക്രിഞ്ച് സോങ് അതിലേക്കാണ് വരുന്നത്. ഇതൊരു ഫൺ മൂടുള്ള ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ചിരിക്കാവുന്ന, എല്ലാ ഏജ് കാറ്റഗറിക്കും ചിരിക്കാവുന്ന ഒരു സിനിമയാണ് അപൂർവോത്തരന്മാര്. ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയല്ലേ, ഞാൻ വേറെ ഇന്റർവ്യൂ പറഞ്ഞു, അതായത് വിഷ്ണു ഞങ്ങളും ഇങ്ങനെ ഞങ്ങൾക്കുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഹ്യൂമർ കുറെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇവര് തമ്മിലുള്ള പോകുമ്പോ നമുക്ക് അറിയാൻ തോന്നുന്നു. വിഷ്ണു ഞാൻ ഈ പറയുന്ന ഓൺ സ്ക്രീനിൽ ഇതുവരെ ഹ്യൂമർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവരും കൂടി ചേട്ടനും അനിയനുമായിട്ട്. അനിയനും ചേട്ടനും അത് ആരാണ് ചേട്ടൻ അനിയനെന്നുള്ളതില്ല, ഞങ്ങളൊക്കെ പ്രായം വെച്ച ആൾക്കാർക്ക് അറിയാം. ഞാൻ പേടിച്ചു പോയി അവരെങ്ങാനും നിന്നെ പറയുമെന്ന്. ഓക്കെ, അല്ല ഇവര് പടങ്ങളിലെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ച് ഒരു ഹ്യൂമർ ഹ്യൂമർ സിനിമ ഈ പടത്തിലെ എല്ലാവർക്കും അതെ. ഇപ്പൊ ഇതിലൊരു കാർട്ടൂണിക് സ്റ്റൈലില് ഫീലുണ്ട് ഈ സിനിമയ്ക്ക്. അത് അങ്ങനത്തെ ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു ഗ്രാമത്തില് അങ്ങനെയുള്ളത് കണ്ടത് ഈ സ്റ്റൈലൊക്കെ കണ്ടതാണെന്നറിയാം. അങ്ങനത്തെ മനസ്സിലാവും. നല്ല രസമായിരുന്നു. പൂപ്പാറയിലെ ഷൂട്ടിങ് ഭയങ്കര രസമായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ സഹകരണം നല്ലതായിരുന്നു. അവിടെ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഷൂട്ടിങ്ങിന് കിട്ടുന്നില്ല, പള്ളി ഷൂട്ടിങ്ങിന് കൊടുക്കുന്നില്ല. കേരളത്തിലെ ഒരു പള്ളികൾ ഷൂട്ടിങ്ങിന് കൊടുക്കുന്നില്ല. ശരിക്കും പറയുന്നല്ലേ? അതെ. എന്താ ചിരിക്കണത്? ഞാൻ കാര്യമില്ല പറഞ്ഞത്. ഞാൻ ചിരിച്ചിട്ടില്ല. കേരളത്തിലെ പള്ളികൾ ഷൂട്ടിങ്ങിന് കൊടുക്കുന്നില്ല. കാരണം കർത്താവിന്റെ തലയിൽ ചവിട്ടിയിട്ടൊക്കെയാണ് അവര് തോരണമൊക്കെ ഇടണം. അപ്പൊ അതുകൊണ്ട് പക്ഷെ ചില പള്ളികളൊക്കെ തരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു പള്ളി അടുത്തായി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അവരും കൂടി വിളിച്ച് ക്യാൻസൽ ചെയ്യിപ്പിക്കരുത്. അല്ല ഞാൻ പറഞ്ഞത് നന്നായിട്ട് ചെയ്യാനായിട്ടാണ് പറയണത്. നമ്മുടെ ക്രൂ മെമ്പേഴ്സ് പള്ളി ഒരു ആരാധനാലയമാണ്. അപ്പൊ അത് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ചേട്ടന് ശരിക്കും സിനിമയുടെ ക്രൂവിനൊക്കെ വിളിച്ചിട്ടൊരു ശനിയോ ഞായറാഴ്ചയോ ക്ലാസ് ഒരു മോട്ടിവേഷൻ ഞാൻ പറഞ്ഞ അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞോട്ടാ. പറഞ്ഞതിൽ വളരെ സത്യസന്ധമായ കാര്യമുണ്ട്. അതിപ്പോ നമ്മള് അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പള്ളിയൊക്കെ അന്വേഷിക്കുമ്പോൾ നമ്മള് ഷൂട്ട് ചെയ്ത ആളുകള് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അവർ തരാത്തത്. പക്ഷെ ഈ സിനിമയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്താണ് ഈ സിനിമ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പള്ളിയാണ് കിട്ടിയത്. പള്ളിയായിട്ട് ബന്ധപ്പെട്ടാണോ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പോകുന്നത്? അത് കറക്റ്റ് അതേ പള്ളി കഥയില് എഴുതി വെച്ചേക്കണ പള്ളി. അങ്ങനെ തന്നെ ഉള്ളൊരു സ്ഥലം. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ സഹകരണം, പൂപ്പാറ നിവാസികൾക്ക് പ്രത്യേകം നന്ദി ഇപ്പൊ പറയുകയാണ്. ഓക്കെ, നിങ്ങളുടെ 3 പേരുടെയും ഒരുമിച്ചൊരു കോംബോ, നിങ്ങൾ 3 പേരും ഒരുമിച്ച് സിനിമയിൽ നിന്ന് വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു കോമഡി സംഭവങ്ങളായിരിക്കും നമ്മൾ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പാട്ട് വന്നപ്പോഴാണെങ്കിലും പാട്ടിന് താഴെയുള്ള കമന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിലിം തന്നെയാണോ? അതെ, അത് തന്നെ. ടോട്ടലി പടം തുടങ്ങുന്ന മുതൽ എൻഡ് വരെ ഹ്യൂമർ നന്നായിട്ട് സിനിമ തന്നെയാണ്. സിനിമ നല്ല ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കണ്ടവര് ഓൾറെഡി ഞങ്ങളെ ക്രൂ തന്നെയാണല്ലോ. അതെ, പക്ഷെ നല്ലതായിരിക്കും. സ്ക്രിപ്റ്റ് വൈസും ഡയറക്ഷൻ വൈസും
ആ പാട്ടിലുണ്ടല്ലോ രണ്ടുപേരും മിടുക്കന്മാരാന്നുള്ളത് പാട്ടിൽ തന്നെയുണ്ട്. നമുക്ക് പാട്ടിലേക്ക് വരാം. ക്രിഞ്ച് സോങ്, അതായത് ഇപ്പം അതാണല്ലോ ഏറ്റവും ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ മറ്റേ അലിഞ്ചൂസ് പെരേരൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് ഒന്നും കൂടെ ഇപ്പൊ കൂട്ടിയിട്ടുണ്ട് ഈ പാട്ട്. കണ്ടില്ല? ഈ പാട്ട് പാടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഏത് സിനിമയിലെ പാട്ടാന്ന് പറഞ്ഞു അങ്ങനെയും കൂടെ പോയി ആൾക്കാർ നോക്കി കുറച്ചും കൂടെ റീല് കൂടി പടത്തിന്റെ പാട്ട് നശിപ്പിക്കുവോ? അപ്പൊ ക്രിഞ്ച് സോങ്. അവനൊരു അപകടകാരില്ല. അവൻ പാവമാണ്. ഞാൻ പറഞ്ഞ അവൻ പാടി നശിപ്പിക്കുമെന്ന് ചോദിച്ചുള്ളൂ. പാട്ട് പാടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പാട്ടല്ലേ? എനിക്ക് നിന്നെ വേണം, കിട്ടിയാലേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ വേണം, നീ തന്നെ വേണം, എനിക്ക് നിന്നെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. അടിപൊളി അടിപൊളി. ഇങ്ങനെ വേണം അലിഞ്ചോസിനെ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അല്ല ഞാൻ പറഞ്ഞതാണ്. അല്ല നിന്നോ എണീറ്റ് നിന്നതേ ഉള്ളെങ്കിലും അത് കറക്റ്റ് ആയിരുന്നു. സാധനം കറക്റ്റ് ആയിരുന്നു. ബോഡി ലാംഗ്വേജ് പെർഫെക്റ്റ് ആയിരുന്നു. ചേട്ടാ ക്രിഞ്ച് സോങ് എന്ന് പറഞ്ഞ സാധനം ഇറക്കുമ്പം ഓട്ടോമാറ്റിക് ആയിട്ടും അതിന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല. സാധാരണ നല്ല പാട്ടുകൾ വരെ ആൾക്കാർ ക്രിഞ്ചാന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാറുണ്ട്. പാട്ടായിക്കോട്ടെ, ഡയലോഗ് ആയിട്ടോ, അങ്ങനെ എല്ലാം. അപ്പോൾ ഈ ഒരു പാട്ട് വരാൻ നേരത്ത് ലിറിക്സ് ഒക്കെ എഴുതാൻ നേരത്തോ കേൾക്കുമ്പോൾ തന്നെ ക്രിഞ്ച് അടിക്കണം. അങ്ങനെ നോക്കി ഇപ്പോൾ പാട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവൂല. അങ്ങനെ തന്നെയാണ് ഈ ഒരു പാട്ട് ചെയ്തത്. പേരും കൊടുത്തത് അങ്ങനെ തന്നെ പറയണം. ഓക്കെ. അനശ്വര്യ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിഞ്ച് എന്ന് പറയുന്ന സാധനം വരുന്നത് ദൈവത്തെ 10-25 ക്രിഞ്ചായിട്ടാ. ക്രിഞ്ചൊന്നും നിർത്താമോ? കഷ്ടമുണ്ട് ചേട്ടാ. ഇത് അർമ്മ ചേട്ടനോട് എന്തോ പ്രശ്നമുണ്ട്. ഇല്ല കരുന്നില്ല. അനശ്വര കഴിഞ്ഞ ദിവസം ഇതിലിങ്ങനെ പറഞ്ഞു, ഈ ഒരു കപ്പിൾസ് പ്രേമിക്കുന്ന രണ്ടുപേരുടെ ഇടയ്ക്ക് അവരുടെ ഇടയ്ക്ക് ഒരിക്കലും ക്രിഞ്ച് വരത്തില്ല. മൂന്നാമതൊരാൾ കേൾക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ക്രിഞ്ചായിട്ട് തോന്നുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങളും ഒക്കെ പണ്ട് പ്രേമിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നിങ്ങളൊക്കെ യൂസ് ചെയ്ത ഏതെങ്കിലും ക്രിഞ്ച് ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല. ആക്ച്വലി ഈ പ്രണയത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പൈങ്കിളി എന്ന് പറയുന്ന സെക്ഷനുള്ളത്. അനശ്വര പറഞ്ഞത് 100% സത്യമായ കാര്യം. പുറത്തേക്കണവന് ഭയങ്കര കോമഡി തോന്നും. അവർക്ക് അവര് തമ്മിലുള്ള ഹാർട്ട് ടു ഹാർട്ട് ഫീലിങ്സ് ആയതുകൊണ്ട് അവർക്ക് അത് വർക്കാവും. ക്രിഞ്ചല്ലാത്തതുകൊണ്ട് എന്നാലും ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കൽപ്പന്റെ കാന്താരി, ഏട്ടായിയുടെ വാവ പോലത്തെ കുറെ സാധനങ്ങളൊക്കെ ട്രോളിലൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ക്രിഞ്ചായിട്ട് കൺസിഡർ ചെയ്ത് പറയുന്നത്. എനിക്ക് പിക്കപ്പ് ലൈൻസ് ചിലത് ക്രിഞ്ച് വീശാറുണ്ട്. ചിലതൊക്കെ കേൾക്കുമ്പോ അത് പക്ഷെ ഒരു ക്രിഞ്ചായിട്ട് തന്നെ ചെയ്യുന്നതാണല്ലോ. ക്രിഞ്ച് എന്ന് പറഞ്ഞ തന്നെ. ലവ് ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടോ പണ്ട്? ഞാൻ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ എഴുതിയിട്ടില്ല? കിട്ടിയിട്ടുണ്ടോ? അങ്ങനൊക്കെ എഴുതിയിട്ടുണ്ടോ? മറ്റേ ചോര കൊണ്ടൊക്കെയോ? പിന്നെ അതിന് ഉണങ്ങി മനസ്സിലായി ഫാബ്രിക് പെയിന്റ് ആയിരുന്നു. ഇപ്പൊ ഭയങ്കര സ്നേഹം കൊണ്ട് തിരിച്ച് അങ്ങോട്ട് സ്നേഹിച്ച്. സീരിയസ്ലി ചേട്ടൻ അക്സെപ്റ്റ് ചെയ്തോ? ഞാൻ വരിയൊക്കെ റിലേഷൻഷിപ്പിൽ തന്നെ എന്റെ പ്രശ്നം അത്യാവശ്യം നല്ല കൈഷ്ടമുണ്ട്. ഒരു വരിയെങ്ങാനും വളഞ്ഞു പോയാല് ഞാൻ പിന്നെ കിറുക്കളഞ്ഞിട്ട് പിന്നെ അടുത്തെഴുതും, വീണ്ടും എഴുതി ഭയങ്കര. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ലവ് ലെറ്റർ ഇല്ലേ, കയ്യക്ഷരവും ഒന്നുമില്ല. നമ്മളിവിടെ നിന്ന് ഭയങ്കര പാടുപെട്ട് ഉരുട്ടി. എത്ര ലവ് ലെറ്റേഴ്സ്? എല്ലാം ഒരാൾക്ക് തന്നെയാണോ കൊടുത്തേ? അല്ല, വേറെ വേറെ ലവ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അന്ന് ലവ് ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ, അത് പേടിയുമാണ്. ഇത് കൊടുക്കാൻ പേടി, തിരിച്ചിട്ടാണുള്ളൊരു വെയിറ്റിങ്ങിന്റെ ഒരു സംഭവം. അത് ഇതൊക്കെ ഇട്ടൊരു ഭയങ്കര. ഇപ്പോഴപ്പോരെ അന്ന് പേടിയുമല്ല.
കയ്യും കാലും പറക്കും. ഞാൻ സൈക്കിളൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെ കൊടുക്കും? ആരും കാണാതൊക്കെ വേണ്ടേ കൊടുക്കാൻ? ആ അങ്ങനെ കാണാണ്ടൊക്കെ കൊടുക്കണമല്ല. എൻ്റെ ഈ ബുക്കിൻ്റെ അട്ടയിടുമല്ലോ അമ്മ, അട്ടയെന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലവ് ലെറ്റർ ഇങ്ങനെ ഉള്ളിൽ വെച്ചേക്കണാണ് കൊടുക്കാനുള്ളത്. ബുക്ക് പൊതിയണതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെക്കും. അതിൻ്റെ ചേട്ടൻ പിടിച്ചു. പുള്ളി വായിച്ചപ്പോൾ ഈ പെണ്ണിൻ്റെ ലെറ്ററൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വായിച്ചിട്ട് പുള്ളി ആരുടെ ഇത് മര്യാദക്ക് എഴുതാൻ പറ. അക്ഷരത്തെറ്റുണ്ട്, ഒരു സാഹിത്യം ഇല്ല, ഒന്നുമില്ല. വേറെ നാലാളറിയേ കൈപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ അത് തന്നെ അക്ഷരത്തെറ്റായിട്ട് മര്യാദക്കുള്ള ആരെങ്കിലും പ്രേമിക്കുന്നു പറഞ്ഞു എന്നോട്. ഇത്തിരി വിദ്യാഭ്യാസമുള്ള ഇത് പണ്ടല്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അല്ലേ? ചേട്ടൻ എൻ്റെ വൈഫിനെ അറിയാം. ചേട്ടൻ എഴുതിട്ടുണ്ടെന്ന് കൈപൊക്കി. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് വെച്ചിട്ടായിരുന്നു. ഇവനൊക്കെ എന്നെക്കാട്ടും വലിയ വൃത്തിയോട് കാണിച്ച ആൾക്കാരാണ് നല്ല പറഞ്ഞത്. പക്ഷെ നീയൊക്കെ ഒന്നുമല്ലാത്ത പോലെ എന്നങ്ങട് എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ കൈപൊക്കി എഴുതിയെന്ന് പറഞ്ഞു. നീ എഴുതിയ ഏറ്റവും നല്ല 2 വരികള്. ചേട്ടൻ അപ്പം എങ്ങനെ മെസ്സേജ് ആ സമയത്തൊക്കെയാണോ ചേട്ടന് ലവ് ലെറ്റർ ഇല്ലാതെ? ഇല്ല. ഓ എന്തോ എഴുതിയ 2 നല്ല വരികളൊന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അതിലോട്ടാ ചേട്ടാ വരുന്നത്. ഇവന് കിട്ടിയ മറ്റേ ചോരയുടെ ഇതില്ലേ, അതിലുള്ളത് ഞാൻ വായിച്ചില്ല. വികാര മനസ്സ്, വിരോധ മനസ്സ്, വിധിയുണ്ടെങ്കിൽ വീണ്ടും. MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കും. ഈ വരുന്നത് ആരാ? വിഷ്ണുവേട്ടനോ? കൂടെ ഉള്ളത് ആരാ? ഒരു ജാഥയോ? ഓ വിഷ്ണുവേട്ടന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ഓട്ടോഗ്രാഫ് സാധനങ്ങള്. ചേട്ടൻ ഏത് പ്രായത്തില എഴുതിയ? ചേട്ടൻ ഏത് പ്രായത്തില? സ്കൂളിൽ പഠിക്കുമ്പോ? ഇല്ല, സ്കൂളിൽ പഠിക്കുമ്പോ 6ാം ക്ലാസ് വെച്ച് എഴുതിയിട്ട് എന്നെ പിടിച്ചിട്ട് എല്ലാ ആളുകളുടെ മുമ്പിൽ വെച്ച് തല്ലിയിട്ടുണ്ട് ടീച്ചർ. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേട്ടൻ ലവ് ലെറ്റർ എഴുതാനുള്ള കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ നിന്ന് വന്നു? ഇവര് കോളേജില് 2 മഹാരാഷ്ട്രയിലായിരുന്നു. ഞാൻ ആൽബർട്സിലായിരുന്നു കോളേജില്. പക്ഷെ കിടപ്പ് മഹാരാഷ്ട്രയിലായിരുന്നു. അവിടെ പഠിക്കുന്നത് ആൽബർട്സിലാണെങ്കിലും മഹാരാഷ്ട്രയിലായിരുന്നു. അവിടെ എന്നെ പിടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് 2 മണിക്കൂർ. അവിടെ അടുത്തത് പറയാമോ? ലവ് ലെറ്ററിൽ നമ്മൾ വേറെ എവിടേക്കോ എത്തിപ്പോയി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അതെ, ആ പാട്ടിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി അടുത്തതിലേക്ക് വരാം. ചേട്ടൻ്റെ ഇപ്പം കൂടലായിക്കോട്ടെ, ഗുമസ്തൻ ആയിക്കോട്ടെ, ഈ സിനിമയെല്ലാം ചേട്ടൻ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതുന്നൊരു ഇതിൽ നിന്ന് മാറിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചേട്ടൻ്റെ ഇനി ചേട്ടനായിട്ട് എഴുതുന്ന ഒരു സിനിമ ഉടനെ ഉണ്ടോ? ഇനി ഞാനും കൂടി ഒരു 2-3 പരിപാടികൾ കയ്യിലുണ്ട് ഞങ്ങളുടെ. അത് പ്രൊജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങളിപ്പോ ഒരു 2 കൊല്ലമായിട്ട്, അല്ല 2 അല്ല 2 കൊല്ലം അല്ലേ, വീടിക്കിട്ട് കഴിഞ്ഞിട്ട് 2 കൊല്ലം അല്ലടാ. അപ്പൊ അന്ന് മുതൽ ഞങ്ങള് ശ്രമം നടക്കുന്നുണ്ട്. ഈ അടുത്ത് തന്നെ അതിനൊരു ഫലം ഉണ്ടാവും. ചേട്ടന്റെയും പിന്നെ ആദർശിക്കയും കൂടെ ഒരു സിനിമയുടെ കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ പക്ഷെ വിമചേട്ടന്റെ പേരൊന്നും കണ്ടില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു ചോദ്യം, അതെ എന്ത് ചെയ്യുന്നുള്ളത് ഭയങ്കര നിരാശരാ. ഭയങ്കര ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആദർശിക്കനെ വിളിച്ചിട്ടുണ്ടായി. ആഷിഖിനെ വേറൊരു കാര്യത്തിനായിട്ട് വിളിച്ചാണ്. ആഷിക്ക് ഒരു പൂച്ചയുടെ മരണമായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ. അതിനുവേണ്ടി വിളിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് പടത്തിലൊന്നും വിളിക്കല്ല എന്ന് പറഞ്ഞു. എടാ നിനക്ക് അതിൽ വിഷമൊന്നുമില്ല? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എനിക്ക് ആവശ്യത്തിന് വിഷമൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ ചോദിക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കട്ടപ്പന ഋത്തിക് റോഷൻ, ഞാൻ വിഷ്ണു തെറ്റു പോലെ കട്ടപ്പന ഋത്തിക് റോഷന് ശേഷം നാഷിക്കും വിഷ്ണു ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനുണ്ടെന്നുള്ള രീതി തന്നെ എല്ലാവരുടെയും അതിലിരിക്കുന്ന കമന്റ്സുകൾ അടക്കം ഫുള്ള് തന്നെയാണ്. അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, അതെന്താ പറ്റിയത്? ആ ചോദ്യത്തിനൊരു കാര്യമുണ്ട്. ആദ്യത്തെ 2 ഫോട്ടോ കമ്പയർ ചെയ്തിട്ടുണ്ടായി. ആദ്യത്തെ ഫോട്ടോയില് നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നത്,
അതിന്റെ മിഡിൽ അടുത്ത ബോട്ടിൽ ഞാനില്ല. അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ വന്നു. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിലിപ്പോ തിരക്കഥയിലില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിനും ആ സിനിമയുടെ കൂടെയും ഈ സ്ക്രിപ്റ്റ് അവനെ എന്നെ കേൾപ്പിച്ചാണ്. പുതിയ പിള്ളേരാണ്, അത് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പിള്ളേരെ എഴുതിയേക്കണം, അതിന്റെ ഒരു വ്യത്യാസം ആ സിനിമയ്ക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാ കാര്യത്തിലും അവന്റെ കൂടെ നമ്മളുണ്ട് സപ്പോർട്ടിങ് ആയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും കൂടുതലുള്ള റിലീസിന്റെ തലേ ദിവസം പോയിട്ട് നാദർഷ്കനെ കണ്ട് കാല് തൊട്ട് വന്നിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ നമ്മള് കൂടെ ഉണ്ട് അതില് അല്ലേ നമ്മുടെ എന്ന് പറഞ്ഞാല് നമ്മള് എന്റെയൊക്കെ ഒരു വന്ന കാലഘട്ടത്തിൽ ആരുടെ കൂടെ കൂടണോ എന്ന് വിചാരിച്ച ആളുടെ കൂടെ തന്നെ കൂടി. അതാണ് നാദൃഷ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ദിലീപേട്ടൻ. ചേട്ടന്റെ സിനിമയിൽ തന്നെ ആദ്യത്തെ അവതരിപ്പിച്ചത് ദിലീപേട്ടനാണെങ്കിലും എനിക്ക് ആഷിഖയുടെ ദേമായ ഒരു കൊമ്പത്തെന്ന് പറയുമ്പോൾ ആദ്യം നാദൃഷയ്ക്ക് നാദൃഷ അങ്ങനെയാണ്. അതൊരു എപ്പിസോഡ് ചെയ്യാന്ന് പറയുന്നതായിരുന്നു എന്റെ ആദ്യത്തെ ലക്ഷ്യം. ഞാനത് ചെയ്ത് ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചേട്ടൻ ഇവൻ ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റായിട്ട് ഇക്കാക്കിന്റെ അടുത്ത് പോണേ, ഇക്കാക്കെന്നാ വിളിക്കണേ നാദൃഷിക്കണം. അങ്ങനെ വേണ്ടിയിട്ട് നാദൃഷിക്ക് പറഞ്ഞു ഞാൻ ഈ പടി പൂട്ടിയടാ. കളിഞ്ചിരി ചെയ്യുന്ന സമയം സൂര്യ ടിവിയിൽ കളിഞ്ചിരി പറഞ്ഞ പരിപാടി നാദൃഷിക്കാണ് ആങ്കർ. അപ്പൊ ആ സമയത്ത് നാദൃഷിക എന്നോട് പറഞ്ഞു ഇവനെ ദേവമാവരുമ്പത്ത് എഴുതാവോന്ന് ചോദിച്ചു. അപ്പൊ അന്ന് ഞാൻ നൗഫലിക്കക്ക് വേണ്ടിയിട്ട് 3 പ്രോഗ്രാം ഒരുമിച്ച് എഴുതിക്കുന്ന ടൈം ആയതുകൊണ്ട് നടക്കണില്ല എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കൊല്ലം ഒന്ന് വിട്ടേക്ക്, അടുത്ത കൊല്ലം നമുക്ക് എഴുതാം. എന്നിട്ട് ഇക്ക പറയാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ ദേവമായി ബൈൻഡ് ചെയ്ത് അതായത് 13 സ്കിറ്റ് അല്ലെ, 13 സ്കിറ്റും എൻട്രിയും എല്ലാ പരിപാടിയും കൂടി ഞാനിത് ബൈൻഡ് ചെയ്ത് ഞാൻ കൊണ്ടുപോയിട്ട് ധർമ്മേട്ടനെ ഞാൻ വായിച്ചിരിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെന്ന് നാശികടക്ക് എനിക്ക് ഇപ്പോഴും ഉണ്ട് കായലിൽ വെച്ച് കൊടുത്ത് ഇതാണ് ഇത് ബാക്കി ഇനി ഫുൾ ടീമിന്റെ അത് ചെയ്യണം. പക്ഷെ എനിക്ക് അതിൽ നിന്ന് ഒരു സ്കിറ്റ് എടുത്താൽ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് നാഷിക പറയുന്നത് എടാ ഇതോടുകൂടി മാവലുമ്പത്ത് ഈ കാസറ്റ് കച്ചവടം അതൊരു കച്ചവടം അതിന്റെ ഒരു ട്വിസ്റ്റാണ് സിനിമ. അത് ഭയങ്കര ട്വിസ്റ്റ് അല്ലേ. ഞാൻ എന്നിട്ട് ഈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തകർന്നു പോയി. തകർന്നുപോയിട്ട് ലിഫ്റ്റിൽ ഞാൻ കരഞ്ഞോണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് ദൈവമേ നാഷികയുടെ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമ ചെയ്യാൻ കിട്ടി. അന്ന് വിഷമിച്ചതിന്റെ ബാക്കിയായിട്ട് ചെയ്യാൻ പറ്റും. ധർമ്മചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിന്റെ വീഡിയോസിൽ ഇങ്ങനെ പറയുന്നത് കേട്ടതാ, എനിക്ക് അറിയായിരുന്നു ഒരു സമയത്തും എന്തായാലും സിനിമ ഇല്ലാതെ വരും എന്നെനിക്ക് നേരത്തെ അറിയായിരുന്നു എന്നിങ്ങനെ ഒരു സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതവര് ഭയങ്കര ലൈക്ക് 1-2 വട്ടം ചേട്ടൻ ആ സെന്റൻസ് ഇങ്ങനെ പറയുന്നുണ്ട്. അതെ ചേട്ടൻ നല്ല സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കില്ലായിരുന്നു, പിന്നെന്താ ചേട്ടൻ അങ്ങനെ നേരത്തെ ഒരു തോട്ടില്ല. നമുക്ക് എല്ലാ ഓട്ടത്തിനും ഒരു കിതപ്പുണ്ടാവും. പക്ഷെ നമ്മൾ നല്ല സൗഹൃദങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇടക്കിടക്കിടക്കിടക്ക് വരും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിൽ ഭയങ്കര പരാതിയോ പരിഭവോ അങ്ങനെ സങ്കടപ്പെടുന്ന ആളോ ഒന്നുമല്ല. ഞാൻ പണിയുള്ളപ്പോഴും പണിയില്ലാത്തപ്പോഴും ഒരേപോലെയാണ് ജീവിക്കുന്നത്. എനിക്ക് അതിൻ്റെ ദിവസം പോയി മീൻ പിടിച്ചിട്ട് ഇതൊന്നും ഈ കിതപ്പൊന്നും ഇവരൊന്നും ബാധിക്കൂല. കഴിഞ്ഞ അപൂർവത്തന്മാര് ആടുത്രിയിലേക്ക് ജോയിൻ ചെയ്യും. എന്റെ അഭിപ്രായം എപ്പോഴും ധർമ്മേട്ടനെ ഞാൻ എപ്പോഴും കാണുന്ന ഒരിക്കലും ഒരു കൊമേഡിയനായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു ഭയങ്കര വേഴ്സിറ്റൈൽ ആക്ടറാണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കണമെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായിരുന്നു. തരണ്ടറാന്നുള്ള വാക്കാണ് എല്ലാം കിട്ടിയിട്ടാണ് ധർമ്മേട്ടൻ. ഇവരും ഇനി സ്ക്രിപ്റ്റ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലത്തെ അടിപൊളി ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാലോ. അല്ല ഇത് ഈ ക്യാരക്ടർ അല്ലാതെ ശരിക്കും ഒരു ആ പടം നടന്നിരുന്നെങ്കിൽ ഭയങ്കര വേറൊരു കാര്യമുണ്ട്. ഇവർക്ക് ഞാൻ മാത്രമല്ലല്ലോ കൂട്ടുകാരെന്ന് പറയുന്നത്, എത്രയോ പേരുണ്ട്. പിന്നെ ഇവര് കഴിഞ്ഞ പടം എടുത്തപ്പോ ഞാനില്ല അതില്. പക്ഷെ ഇവര് ഒരു 25 കൂട്ടുകാർക്കെങ്കിലും അല്ല വെടിക്കെട്ടിൽ 236 പുതുമുഖങ്ങൾ, അതിൽ 60-ന് മുകളിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ. വലിയ കാര്യമല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തൊരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് പുതിയ ആൾക്കാരെ അവർക്കൊരു അവസരം. സുഹൃത്തുക്കള് മിമിക്രി ആർട്ടിസ്റ്റുകള് അങ്ങനെ ഓഡിഷൻ ചെയ്തവരുണ്ട്. അത് നാദൃഷിക്ക് ചെയ്യാറുണ്ട്, ഇവര് ചെയ്യാറുണ്ട്. കുറെ പേരിങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ
ഡയറക്ടേഴ്സ് ആയിട്ടുള്ള പിഷാരടിയുടെ പടത്തിൽ കുറേ പേര് ചെയ്യാറുണ്ട്. ചേട്ടന്റെ ഇപ്പൊ മറ്റേ അഞ്ചംഗപ്പൂര് ഇപ്പം അതിന്റെ സിനിമയുടെ എന്തെങ്കിലും കൂടുതൽ വിശേഷങ്ങളായി വിജയ് സേതുപതി സാർ? ഇല്ല, അത് ആയിട്ടില്ല, എന്റെ സ്ക്രിപ്റ്റ് ആയിട്ടില്ല. നമുക്കത് ഭയങ്കര നല്ലൊരു രീതിയിലാണല്ലോ അനൗൺസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര അതിനെപ്പറ്റി കൂടുതൽ കേൾക്കാൻ വിജയ് സേതുപതി സാറും ഒക്കെ ആയിട്ട് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഐഡിയ നല്ല രസമായിരുന്നു. അപ്പൊ തന്നെ അവർ അനൗൺസ് ചെയ്തു, പക്ഷേ സ്ക്രിപ്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ അപൂർവ പുത്രന്മാരിലെ അപൂർവം എന്നുള്ളൊരു സാധനം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് വെച്ച് കണക്ട് ചെയ്തിട്ടാ ചെറിയ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾ 3 പേരും പറയണേ, റെസ്പോൺസ് ചെയ്ത് പോണേ. ഓക്കെ, ഭയങ്കര റെയർ ആയിട്ട് കഴിച്ചിട്ടുള്ള, അതായത് അപൂർവമായി കഴിച്ചിട്ടുള്ള ഒരു ഫുഡ് കോംബോ പറയട്ടെ. കോപ്പി ലുവാക്ക്. എൻ്റെ അമ്മേ, കാപ്പിയല്ലേ അല്ലേ? എനിക്കറിയില്ല എന്താ അത്. അത് ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കോഫിയാണ്. അത് വെരുകില്ലേ, വെരുകിന്റെ ഷിറ്റ് എടുത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. വെരുക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷിറ്റ് എടുത്തിട്ടല്ലോ. കാപ്പിക്കുരു ഇല്ലേ, കാപ്പിക്കുരു ഈ അവിടത്തെ ഈ വെരുകുന്നാണെന്ന് തോന്നുന്നു. വെരുകുന്നല്ല, ആ ഒരു ജീവിയുടെ അതിനെന്താ അത് തന്നെ ഷിറ്റിൽ തന്നെ എടുക്കുന്നത്. അല്ലടാ, കാപ്പിക്കുരു അത് കഴിച്ചിട്ട് അത് ഇടുന്ന ഷിറ്റ്. അതിന്റെ ഷിറ്റല്ലേ? ഇല്ല, അത് എങ്ങനെയാടാ? ഇവിടെ പനമ്പള്ളിയാറുള്ള അതിന്റെ ഷോപ്പ്. അതന്നെ ഞാൻ. അപ്പൊ അതിൽ നിന്ന് ഈ ഇതിന്റെ കാപ്പിക്കുരു വീണ്ടും എടുക്കും. ഇതിന്റെ ഡൈജഷൻ പ്രോസസിന്റെ പുറത്ത് വന്ന് കാപ്പിക്കുരു എടുക്കും. അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും ഇത് ഉണക്കി പൊടിച്ചിട്ട് ഒരു കാപ്പി കണ്ട ജന്തുക്കളുടെ ഒക്കെ അതെടുത്ത് കഴിച്ചിട്ട് 1000 രൂപ കൊടുത്തിട്ട് വന്നേക്കും. ഏറ്റവും റയർ ആയിട്ട് കഴിച്ചിട്ടുള്ള അതിന് ഭയങ്കര എക്സ്പെൻസീവാ. 1000 രൂപ മുകളിലുണ്ട് കോഫി. 1000 രൂപയൊന്നും അല്ല അതിന് കോഫി. ഇവിടെ 1000 രൂപ ഉള്ളല്ലോ. ടേസ്റ്റോ ചേട്ടാ? ഒരു രസമില്ല. കഴിഞ്ഞു. അവിടെ തന്നെ ഇത് ബനാന അങ്ങനെ കുറെ ഫ്ലേവറുകളുള്ള കോഫികളുണ്ട്. നമുക്ക് അതൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. ഇതാണ് പക്ഷെ ഏറ്റവും കോസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മള് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട്. ഏതെങ്കിലും കോമ്പിനേഷൻസ് ഉണ്ടോ? ഇപ്പൊ ഇത് ചേട്ടൻ ഒരു പർട്ടിക്കുലർ ഇതാണ് ഏറ്റവും റെയർ ആയിട്ട് എക്സ്പെൻസീവ് ആയിട്ട് കഴിച്ചത്. ഇപ്പൊ പല ആൾക്കാർക്ക് ഇങ്ങനെ വെറൈറ്റി കോംബോ ഉണ്ടല്ലോ, ഇന്ന സാധനത്തിനോട് ഇന്ന സാധനം കഴിക്കും. ചോറിനോട് മിക്സർ തിന്നുവൻ. ഞാനും കഴിക്കും. നല്ല മറ്റേ എരിവുള്ള മിക്സർ ആയിരിക്കൂലേ? എന്നെ ഒരു പ്രാവശ്യമേ പിഷാരടിയുടെ വീട്ടിലോട്ട് പിഷാരടിയായിട്ട് പരിചയപ്പെട്ടിട്ട് കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ എന്നെ വിളിക്കണേ ഇവന്റെ അമ്മ. അപ്പൊ ഞാനാണ് കാറും കാര്യങ്ങളൊന്നുമില്ല, ബസ്സിന് പോണേ. എന്നെ വിളിക്കണ്ട്. ഇവന്റെ അമ്മ വിളിച്ചിട്ട് എവിടെ എത്തി? ഞാൻ വന്നിട്ടിരിക്കുകയാണ്. അവിടെ എത്തി, ചോറ്റാനിക്കലെത്തി. അവിടെ എത്തി പിറവത്താണ് വീട്, വെള്ളൂര്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കുക, വേഗം വാ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ മനസ്സിൽ കണക്കൂട്ടലുണ്ടല്ല, എല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ കണക്കൂട്ടൽ 2 കരിമീൻ വറുത്തത്, ചിക്കൻ കറി, ബീഫ് മറ്റേത് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ശരി പിന്നെയും വിളിക്കും. അപ്പൊ അവിടെ പറഞ്ഞു എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വിളിക്കും. നടന്നത് അവിടെ ബസ് ഇറങ്ങി ഓട്ടോറിക്ഷയും വിളിച്ച് ഇവന്റെ വീട്ടിൽ ചെന്നു. ദോശയും ചമ്മന്തിയും മോരും മോരുണ്ടാവും. മോര്, ചമ്മന്തി, അച്ചാറ്. ഇതാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ചത്. അമ്മ വിളിച്ചിട്ട് എന്നെ ഞാനാണെങ്കിൽ പിന്നെ അവരുടെ വീട്ടിൽ പോകുമ്പോ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും. അവരുടെ വീട്ടിൽ എപ്പോഴും ഈ ഇതുണ്ടാവും, മാവുണ്ടാവും. അതെന്നാ രമേശ് ചേട്ടൻ ഫുഡിന് ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കാത്ത ഒരാളാ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രോഗ്രാമിന് പോകുന്ന നേരത്ത് അവൻ അപ്പുറത്തെ ഹോട്ടലിൽ കയറും, ഞാൻ വേറെ ഹോട്ടലിൽ കയറും. പക്ഷെ ഇപ്പൊ നോൺ വെജ് കഴിച്ചു തുടങ്ങിയല്ലോ. ഞാനല്ലേ കഴിപ്പിച്ചത്. ഇപ്പൊ രമേശ് ചേട്ടൻ നോൺ വെജ് അച്ഛനറിയണ്ട, ഞാനാ കഴിപ്പിച്ചോ. എല്ലാരും അറിഞ്ഞിട്ടില്ല. ചേട്ടന്റെ ഫുഡ് കോംബോ ചേട്ടൻ പറഞ്ഞില്ല. അല്ല, ഭയങ്കര വെറൈറ്റി ആയിട്ട് കഴിച്ചേക്കണത് ഓർമ്മയിലുള്ളത്. ഇഷ്ടപ്പെട്ട് കഴിച്ചതല്ല കേട്ടോ,
വെറുതെ ആസ്വദിക്കാൻ വേണ്ടി കഴിച്ചത്. ഒരു തവണ തായ്ലൻഡിൽ പോയപ്പോ മുതലയുടെ ഇറച്ചി കഴിച്ചിട്ടുണ്ട്. തായ്ലൻഡ് ഇഷ്ടപ്പെട്ട? ഇറ്റ്സ് വെരി ടേസ്റ്റി. നല്ലതാണ്, ടേസ്റ്റ് ആണ്, നല്ലായിരുന്നു. ഓക്കെ. പിന്നെ എന്റെ ഇഷ്ടപ്പെട്ട കോംബോ ഭയങ്കര വെറൈറ്റി. സാധാരണ മീനും ഇടിയപ്പം ഇടിയപ്പം മീനിപ്പോ കോമൺ ആയി. അതല്ലാതെ നല്ല തേങ്ങ ഇട്ട് ഇടിയപ്പം ഉണ്ടാവും രാവിലെ കഴിക്കുമ്പോ. അപ്പൊ നല്ല ചൂടോടുകൂടി അമ്പിച്ചുകൊണ്ടെന്ന് വെച്ച് കഴിയുമ്പോ അതില് തലേ ദിവസം നമ്മുടെ മോര് കാച്ചിയത് മഞ്ഞ കളറിൽ പച്ചക്കേക്ക് ഇട്ടിട്ട് മോര് കാച്ചിയതുണ്ടാവും, കടുക് പൊട്ടിച്ചിട്ടിട്ട്. അതും ഈ അവര് പുളിയും ഈ ഇടിയപ്പം കൂടി മിക്സ് ചെയ്തിട്ട് അത് നല്ല ടേസ്റ്റ് പരിപാടി. ഞാൻ കഴിച്ച കുറെ കറിയുടെ പേര് പറഞ്ഞ് ഞാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതെനിക്കറിയാം, ഞാനും അതേ പറയാത്ത. വേണ്ട ഇന്റർവ്യൂ. ഓക്കെ, ഈ പറയണതിന്റെ ഷൂട്ടിന്റെ ഇടയിൽ തന്നെ വന്നിട്ട് ധർമ്മ അങ്ങനത്തെ പറയുന്ന സാധനങ്ങളൊക്കെ കഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ലൈക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു റെയർ ടാലന്റോ ക്വാളിറ്റി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു റെയർ ടാലന്റ് ഒക്കെ കാണുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഞങ്ങൾക്ക് അറിയാത്ത, മിമിക്രി, പാട്ട്, ആക്ടിങ്, ഇതൊക്കെ നമുക്ക് അറിയാം. ക്വാളിറ്റി പറഞ്ഞോ? ടാലന്റ് നല്ല മനസ്സ്. സഹിക്കാൻ പറ്റുള്ളൂ. നല്ല മനസ്സെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് തന്നെ നാണം വന്ന് തല മുമ്പിട്ട് വീണ്. ഞാൻ കാലുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ക്വാളിറ്റി ഉണ്ട്, അല്ലല്ല ക്വാളിറ്റി ഉണ്ട്, അല്ല ക്വാളിറ്റി ആണ് പുള്ളി പറഞ്ഞത്. അത് ശരിയാണ്, ഒരു സംശയമില്ല, നല്ല മനസ്സാണ്, ഒരു സംശയമില്ല. ഒരുപാട് ആളുകളെ സഹായിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള മനുഷ്യനാണ്. എപ്പോൾ സംസാരിക്കുമ്പോഴും പുള്ളി നാദൃഷികേനെയും കട്ടപ്പനയും അങ്ങനെയുണ്ടല്ലോ നമ്മളെ ഗുരു. പിന്നെ തോമസ് പിൽക്കുടിയാണ് അദ്ദേഹത്തിന്റെ ഗുരു. അദ്ദേഹത്തിന്റെ ഗുരുവിനെ ഓർക്കാറുണ്ട് എല്ലാ കാര്യത്തിലും. ഡയാന ചേച്ചീനെ ഓർക്കാറുണ്ട്. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, നന്ദി ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും. ചേട്ടന്റെ പറഞ്ഞില്ല, നിങ്ങൾ രണ്ടുപേരുടെയും കുറെ കഴിവുകളുണ്ട്. ഇങ്ങനെ മൂക്ക് ഇങ്ങനെ കാണിക്കാൻ സത്യം. ആദ്യമായിട്ട് എന്റെ ഇന്റർവ്യൂവിന് താഴെ കിടന്ന് രണ്ടുപേര് കളിക്കുന്ന ഞാൻ കാണുന്നേ. എനിക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റും. ഗുഡ്. ചേട്ടൻ ഇപ്പൊ ഭയങ്കര കാമായിട്ടുള്ള. അത് ഏത് സാഹചര്യത്തിലും പുള്ളി അങ്ങനെയാണ്. ദേഷ്യപ്പെട്ടാണോ വരാഞ്ഞിട്ടല്ല, അത് ദേഷ്യപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു പരിപാടി. പക്ഷെ മറ്റേതും നല്ലായിരുന്നു. നാക്ക് മുക്കി മുട്ടിക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞേ. ദേഷ്യം വരുമോ ഇല്ലയോ? അത് കേട്ടോ, കറക്റ്റുകാരെന്നുണ്ടെങ്കിൽ അവരുടെ വൈഫിനോട് ചോദിക്കണം. ശരിയായിരിക്കും. ചേട്ടന്റെ പറഞ്ഞില്ല. എനിക്ക് വന്നേക്കണ ഒരു ഇത്, എനിക്ക് എമ്പതി ഭയങ്കര കൂടുതലുള്ള ഒരാളാണ്. എനിക്ക് വേറെ ആളുടെ എന്ത് കാര്യത്തിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് എന്റെയും കൂടി പ്രശ്നമായിട്ടും എന്റെയും കൂടി വിഷമമായിട്ടും മാറുന്ന, അത് ഞാൻ മാറ്റാൻ ഇപ്പൊ ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവസാനം അത് പ്രശ്നമാവാറുണ്ടോ? കൊറേയൊക്കെ ഞാൻ എല്ലാരും ഒരേപോലെ കാണും. അപ്പൊ കഴിഞ്ഞ ദിവസം പിഷാരുടെ ഒരു കാര്യം പറഞ്ഞേ, ഭയങ്കര പ്രശ്നമായി. അവൻ പറഞ്ഞ് അവൻ മമ്മൂക്കിനോട് പറഞ്ഞ്, ഞാൻ ധർമ്മേനൊക്കെ ആദ്യം എനിക്ക് പങ്കെടുക്കുന്ന കിട്ടുന്നത് 125 രൂപയൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി മെച്ചപ്പെട്ട വരുമാനത്തിലൊക്കെ ആയല്ല. അപ്പൊ ചെറിയൊരു കുറ്റബോധം ഉണ്ടെന്ന് അവൻ പറഞ്ഞു മമ്മൂക്കിനോട്. ഇങ്ങനെ കുറ്റബോധം 3 ലാസ്റ്റിൽ അവാർഡ് പഠിച്ച ഞാൻ ഇത്ര കോടി മേടിക്കാന്നുള്ളൂ. രജനീകാന്ത് 250 കോടി കാണിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ സങ്കടപ്പെടണം? നമുക്ക് ഒരൊറ്റ വാക്കിൽ തീർക്കും. ചില നമ്മളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു വരിയിൽ തീർത്താണ് ആളാ പുള്ളി. ഓക്കെ ചേട്ടാ, അപ്പം നിങ്ങൾ 3 പേരും ഇത്രയും നേരം ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് തറയെ കടന്ന് റിപ്ലൈ ചെയ്യുന്ന എക്സ്പീരിയൻസ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതറിയാമോ, അതായിരുന്നു എന്റെ ക്വസ്റ്റ്യനും ആൻസറും.
ശരിക്കും ഇതല്ല വിഷ്വല് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്ന പടത്തില് ജഗതിയും പപ്പും കൂടിയുള്ള ഒരു ഇടിയുണ്ട് അല്ലേ? ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞിട്ട് ഇന്നസെന്റ് ജഗതി ഇങ്ങനെ ഉരുണ്ട് മറിയലുണ്ട്. എന്നിട്ട് അടിയുടെ ഇടയിൽ ചെടിച്ചട്ടൊക്കെ ഞങ്ങൾ മെഴുകിയ ഇന്നസെന്റിന്റെ അടിയില് എല്ലാ സിനിമയിലും പുള്ളി അടിക്കണ ഭയങ്കര രസമായിട്ടാ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സമയം കുറഞ്ഞു, ഇല്ലെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇവിടെയുള്ള ബാക്കിയുള്ളവർ പുറകെ എന്ന് പറയുന്നു നിർത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റെയർ ക്യാരക്ടേഴ്സാണ്, റെയർ രീതിയിൽ പോകുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിനിമയുടെ പേര് പോലെ തന്നെ ഒരു അപൂർവ പുത്രന്മാർ അടിപൊളിയായിട്ട് ഹിറ്റാവട്ടെ. സോ ബിഫോർ എനിത്തിങ് എനിക്കൊരു പാട്ട്, നല്ലൊരു പാട്ട് ചേട്ടാ. ഞാൻ സത്യം പറഞ്ഞ നർമ്മദ ചേട്ടനെ കൊണ്ട് ചേട്ടന്റെ ഇൻസ്റ്റ ഫീഡിൽ ഞാൻ കണ്ടായിരുന്നു, ഒരു സുരേഷ് ഗോപിയുടെ ഒരു സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണമെന്ന് വെച്ചാൽ ഇരുന്നത്. പക്ഷെ ചേട്ടൻ എന്നെ ആദ്യം തൊട്ട് എന്നെ കളിയാക്കുന്നതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ഒരു റീലില് ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്ന സംഭവം ചെയ്യുമ്പോൾ കുറേ കമന്റ്സ് ഉണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ കണ്ടിട്ടില്ല. ആരോടാ നിങ്ങൾ ഈ ചോദിക്കാൻ? അടിപൊളിയല്ലേ? സൂപ്പറായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ മനുഷ്യൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റായിട്ട് പോകുമ്പോ പോലും 2 മിമിക്രിക്കാരെ വാടക എടുത്തിട്ടാ പോവില്ലേ അല്ലേ? അയ്യോ അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ് ചേട്ടാ. താങ്ക് യു. താങ്ക് യു.